ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കണ്ടില്ലേ, ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് വരുമ്പോൾ എന്താണ്, ഇവിടെ മറ്റു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി ചിന്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആരെങ്കിലും ഇതിനെതിരായിട്ട് തടസ്സം വരുന്നുണ്ടോ? അങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞാൽ അത് സഹിച്ചു കൊടുക്കത്തില്ല. കാരണം ഇവിടെ കരുതിക്കൂട്ടി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് ഇപ്പോൾ അത് ബുദ്ധിപൂർവ്വം കരുതിക്കൂട്ടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കോൺഫിഡന്റ് ആയി മുന്നോട്ട് പോവുകയാണ്. ധാരാളമായിട്ട് ഒരു ആവേശമൊക്കെ ഉണ്ട് ഇപ്പോൾ മുന്നോട്ട് കടക്കണം എന്നുള്ള കാര്യത്തിൽ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് സാമ്പത്തികപരമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതുവരെ ഇംബാലൻസ് ആയിരുന്നു. ഒരു കാര്യത്തിനും വരുമാനം ഒന്നിനും തികയുന്നില്ല. എത്രമാത്രം ശ്രമിച്ചിട്ടും വീണ്ടും ബാധ്യതകൾ ഏറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇനി ഒന്ന് തുലനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ആലോചിക്കുന്നത് എന്നാണ് കാണുന്നത്. അങ്ങനെ ആലോചിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതൊന്നും ഒന്നിനും തികയുന്നില്ല, അല്ലെങ്കിൽ മറ്റ് അനാവശ്യമായിട്ട് ചിലവാക്കുന്നുമില്ല. പക്ഷെ എന്നിട്ടും ഒന്നും ബാലൻസ് പറ്റുന്നില്ല, ഒന്നും ബാലൻസ് ഉണ്ടാവുന്നില്ല. ഇതിനെ എങ്ങനെ ഇനി കൊണ്ടുപോകണം, വരവും ചെലവും ഒക്കെ എങ്ങനെയാണ് തുല്യതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന എനർജിയാണ്. എന്നാൽ ഇതിനെ ഇനിയെങ്കിലും ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ പ്രയാസമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ഓഫ് പെന്റക്കിൾസ് ആണ്. ഫസ്റ്റിൽ നമുക്ക് സോഡ് എനർജിയാണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇനി അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ സ്വന്തം വെളിച്ചം കാണുകയാണ്, ഉള്ളിലെ വെളിച്ചം കാണുകയാണ്. അതായത് ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഉൾവെളിച്ചത്തിൽ എന്തൊക്കെയാണ് വരുന്നത് മനസ്സിലായി. നമ്മൾ സ്വയം ഉൾവെളിച്ചത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുന്നുണ്ട്. കാരണം ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോൺസെൻട്രേറ്റ് ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഉള്ളിൽ നിന്നും പറയുന്നത്, എന്തൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഉള്ളിൽ നിന്നും ലഭിക്കുന്നത് എന്നൊക്കെ ഇവിടെ ആലോചിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മറ്റ് സന്തോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ളവരുമായിട്ട് ഒന്ന് പിണങ്ങി കാണും, അതുകൊണ്ട് തന്നെ സൈലന്റ് മൂഡായി കാണും, അതുകൊണ്ട് തന്നെ മറ്റ് ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ള താല്പര്യമുണ്ടാവും. ഇനി അഥവാ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭൗതിക സുഖങ്ങളിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നും ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ട് അതൊക്കെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചു, മറ്റു പല സന്തോഷങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് ആത്മീയമായ പാതയിലേക്ക് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് ഒന്ന് പോയിട്ടുണ്ട്, ഒരു നിമിഷം വരുവേ.
ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ നിങ്ങൾ ക്ഷമയോടുകൂടി കണ്ടില്ല, വളരെയധികം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ വരുന്നുണ്ടോ, ഞാൻ ആഗ്രഹിച്ചത് എനിക്കിപ്പം ലഭിക്കുമോ എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും ടെസ്റ്റിന് റിസൾട്ട് നോക്കിയിരിക്കുകയാവാം, എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ എഴുതിയിട്ട് നോക്കിയിരിക്കുന്ന എനർജി ആവണം അതിന്റെ റിസൾട്ടിന് വേണ്ടി. ഇനി അഥവാ സാമ്പത്തികം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു തരുന്നോ എന്നുള്ള എനർജി ആവണം, അത് നോക്കിയിരിക്കുന്ന എനർജിയും ആവാം. എന്തായാലും ഇവിടെ ക്ഷമയെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ്, നിങ്ങളിവിടെ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമയെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പിന്നെ ക്ഷമ അതുകൊണ്ട് എന്താ പ്രയോജനമെന്ന്. ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോഴാണ് തീർച്ചയായിട്ടും മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അബണ്ടൻസ് ഒക്കെ, ഒത്തിരി ഒത്തിരി നന്മ വേണം, ഒത്തിരി അബണ്ടൻസ് വേണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും ലഭിക്കണമെന്നില്ല. മനസ്സിലായി? ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അത് സാധിക്കണമെങ്കിൽ എന്താണ് വിചാരിക്കേണ്ടത്? ഇല്ലായ്മ മനസ്സിൽ നിന്ന് കളയണം. നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ്? എനിക്കില്ല, എനിക്കത് വേണം, എനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ലഭിക്കില്ല, വെറുതെയാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ, ഞാൻ ഭീരുവാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെയും എന്താണ്, ആഗ്രഹിക്കുന്നത് സാധിക്കുകയില്ല. മനസ്സിലായോ? എപ്പോഴും നമ്മൾ നിറയെ നമ്മളെന്ന് പറയുന്ന അബണ്ടൻസിലിരിക്കുകയാണ് എല്ലായ്പ്പോഴും. നമ്മുടെ ഉള്ളിലാണ് പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത്. പ്രപഞ്ചം നമ്മുടെ ഉള്ളിലാണ്, ഈശ്വരീയ ശക്തി നമ്മുടെ ഉള്ളിലാണുള്ളത്. ഇവിടെയാണ് അബണ്ടൻസ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ സ്വയം കൊടുക്കേണ്ട എനർജി എന്താണ്? നമ്മളെല്ലാം നിറഞ്ഞവരാണ്, നമ്മളിൽ ഇതെല്ലാം ഉണ്ട്. മനസ്സിലായ? അതാണ് ഞാൻ സക്സസ് ആണ്, ഞാൻ അബണ്ടന്റ് ആണെന്ന് എല്ലായ്പ്പോഴും പറയണം, എല്ലായ്പ്പോഴും ഓർത്തിരിക്കണമെന്ന് പറയുന്ന ഐ ആം റിച്ച്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഉള്ളതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. മനസ്സിലായി? എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ വന്നു ചേരുകയുള്ളൂ. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇനി നിങ്ങൾ ഒന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും അവർക്ക് സമാധാനം കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയും. മനസ്സിലായി? അവർ നിങ്ങളിലേക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡും സമർപ്പിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രമാത്രം വിഷമിച്ചിരുന്ന സമയത്താണല്ലോ അവരെന്നെ വിളിച്ചൊന്ന് സംസാരിച്ചത്. അപ്പൊ അതിലൂടെ അവർക്കും സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം, ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്കും ഒരു വൈബ്രേഷൻ ഉണ്ടാവും, അതിൻ്റെതായ വൈബ്രേഷൻ. അപ്പൊ ഇവിടെ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം എനിക്കിത് സാധിച്ചു തരും എന്നുള്ള അമിതമായ ഒരു നല്ല വിശ്വാസം പ്രപഞ്ചത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മുട്ടാത്ത വാതിലുകൾ പോലും നിങ്ങൾക്ക് തുറന്നു കിട്ടും നിങ്ങളുടെ അവസരങ്ങൾക്കായിട്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒട്ടും നിരാശ നിങ്ങളുടെ ഉള്ളിൽ വെക്കാൻ പാടില്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അതാണ് ഇവിടെ ക്ഷമയെന്ന് പറഞ്ഞത്. കണ്ടോ? ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇവിടെ കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന ഒരു പദവിയിലേക്ക് പോകാൻ സാധിക്കുന്നു. വളരെയധികം ആവേശം. വാൺസ് ഓഫ് ഹെയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. കണ്ടില്ല? ഇവിടെ നിങ്ങളാണ് ഇവിടെ ഉയരത്തിൽ നിൽക്കുന്നത്. അത്രമാത്രം ആവേശം തിളച്ച് പൊന്തുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നും. കാരണം എല്ലാ കാര്യങ്ങളിലും കണ്ടില്ലേ, ഇവിടെ ഒരുപാട് പേർ നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഒപ്പം നിങ്ങളെ വലിയ ഒരാളായിട്ട് കരുതുന്ന എനർജിയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്കൊരു വലിയ ആദരവ് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം അവരുടെ മനസ്സിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കണമെങ്കിൽ എന്താണ്? അത് നിങ്ങളുടെ കഴിവാണ്. മനസ്സിലായി? നിങ്ങൾ വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്, നിങ്ങൾ അബണ്ടൻസിലിരിക്കുന്ന വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ? 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 3 പേർ
കൂടിച്ചേർന്നിരിക്കുകയാണ്. 3 പേർ കൂടിച്ചേർന്ന് എന്തൊക്കെ ഒരാൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നു കണ്ടില്ലേ, 2 പേർക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നു ചേരുന്നു. 3 പേരും കൂടി ചേർന്നിട്ട് എന്താണ് ഇവിടെ ആഘോഷിക്കുന്ന എനർജിയാണ്, സന്തോഷം പങ്കിടുന്ന എനർജി. ഇനി അതുമല്ല എങ്കിൽ ഇവിടെ 2 പേർക്കിടയിൽ വരുന്ന മൂന്നാമതൊരു വ്യക്തി വന്ന് എന്തൊക്കെയോ ഇവിടെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം നിങ്ങൾക്കിടയിൽ. നിങ്ങളുടെ സന്തോഷത്തിനിടയിലുള്ള ആ സന്തോഷം മറ്റൊരു വ്യക്തി വന്ന് കളയുന്നതായിട്ടും വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്കിടയിലുള്ള സന്തോഷത്തെ മറ്റൊരു വ്യക്തി വന്ന് ഇവിടെ കളയുന്നതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവരത് അനുഭവിക്കുന്നുമില്ല, എന്നാൽ ഇതിവിടെ മറ്റുള്ളവർക്കും കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ തിന്നത്തുമില്ല തീറ്റത്തുമില്ല എന്ന് പറയുമല്ല എന്ന് പറഞ്ഞതുപോലെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. അവിടെ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിലനിർത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സന്തോഷങ്ങളിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ സമതുലിത അവസ്ഥയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ മാനസികമായി സംഘർഷം ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്പം ഈഗോ ഉള്ളിലുണ്ട്, അതാണ് പുറത്ത് കാണിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് മാനസിക സംഘർഷം അനുഭവിക്കുന്നത്, അത് മറ്റൊരാളിനോടും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അതുപോലെ നിങ്ങൾ എന്തോ അനുഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരോട് പറഞ്ഞിട്ടും അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. എന്നാലും ഉള്ളിലുള്ള വിഷമത്തെ മറച്ചു പിടിച്ചിട്ട് ഞാനൊരു നല്ല വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരോട് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് ഇവിടെ പറയാം നമുക്ക്. ഇവിടെ ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തിനൊക്കെയോ ഉള്ള ഒരു തുടക്കത്തിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പുതിയതായിട്ട് ചില കാര്യങ്ങൾ വളരെയധികം കോൺഫിഡൻറ്റോടുകൂടി ഇവിടെ മുന്നോട്ട് വരികയാണ്. കണ്ടില്ലേ, വളരെ കോൺഫിഡൻ്റ് ആണ് ഈ ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കണം, വളരെ അധികം ആവേശത്തോടു കൂടി മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ കോൺഫിഡൻസ് ഉള്ള ഇടത്ത് തന്നെയാണ് ആവേശവും നിലനിൽക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല, പ്രവർത്തിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എനിക്ക് സാധ്യമായി കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി എന്തോ ഒരു പുതിയ തുടക്കത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇന്ന് തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ഒരു സക്സസിലേക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ, കുറച്ച് ദിവസമായേ. ഇവിടെ ഹോഷു ആണ് വന്നിരിക്കുന്നത്. ഗുഡ് ലക്ക്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഭാഗ്യത്തിന്റെ ദിവസമാണെന്ന് വിശ്വസിക്കാം. എന്തൊക്കെയോ ചില നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വരാൻ തുടങ്ങുന്നുണ്ട്. അതുമല്ല എങ്കിൽ ചിലപ്പോൾ നല്ല വാർത്തകളായിരിക്കാം, ചില ഗിഫ്റ്റുകൾ ലഭിക്കാം, ജോലി ചെയ്യുന്നിടത്ത് ചില സന്തോഷ വാർത്തകൾ ലഭിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കുന്ന എനർജിയും ആവാം. ഇന്ന് ചെറിയൊരു സന്തോഷത്തിന്റെ ദിവസം. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഇന്ന് എൻ്റെ ഭാഗ്യത്തിന്റെ ദിവസമാണല്ലോ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു ദിവസമാണ്. ഷാർക്കാണ്. ടേക്ക് കെയർ ഓർ ദെയർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വെൽത്ത്. അപ്പൊ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് നമ്മൾ സൂക്ഷിച്ചാൽ മതിയാവും എന്നുള്ളതാണ്. അല്ല എങ്കിൽ പോലും നമ്മൾ എപ്പോഴും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായി? നമ്മൾ പുറത്തേക്കല്ല നോക്കേണ്ടത്. എല്ലാവരും എന്താണ് പുറത്തേക്ക് എപ്പോഴും നോക്കിയിരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നമ്മളെ തന്നെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായി? പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഇന്ദ്രിയങ്ങളുടെ ഒരു ബലം ഒന്നും അവിടെ കിട്ടില്ല. ഇവിടെ നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ സ്വയം കാണുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലാണ് നമ്മളുടെ ചൈതന്യമുള്ളത്. നമ്മൾ സ്വയം, നമ്മളുടെ കണ്ണ്, നമ്മളുടെ ചെവി ഒക്കെ, നമ്മളുടെ പ്രവർത്തികൾ, ഇതെല്ലാം നമ്മളിൽ ഒതുക്കി വെക്കണം. എല്ലായ്പ്പോഴും നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവർത്തികൾ എന്താണോ, നമുക്ക് ചെയ്യേണ്ടത് എന്താണോ, ഇതാണ് റിയാലിറ്റിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്.
മനസ്സിലായോ? പഞ്ചേന്ദ്രിയങ്ങളെ ശ്രദ്ധിച്ച് ജീവിക്കണം. അല്ലാതെ പുറത്തേക്ക് നോക്കി പുറം കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ അങ്ങനെ മറ്റുള്ള ചിന്തകളിലേക്ക് പോവുകയല്ല വേണ്ടത്. മനസ്സിലായോ? നമ്മളുടെ ഉള്ളിൽ നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. മറ്റെന്തെങ്കിലും ആരെങ്കിലും അനാവശ്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കണം, ഞാൻ എന്തിനാണ് ഇപ്പോൾ അത് പറയുന്നത്? എന്നിൽ തന്നെ ഉണ്ടല്ലോ കുറ്റങ്ങൾ ധാരാളമായിട്ട്. എന്നിൽ തന്നെ ഉള്ള വിശ്വാസത്തെ ഞാൻ രക്ഷിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ സ്നേഹിക്കുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ പോകരുത്. ആൻഡാണ് വർക്ക് അച്ചീവ്മെന്റ് സക്സസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കും, സക്സസും ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഫയർ ക്രാക്കറാണ് എക്സൈറ്റ്മെന്റ്. കണ്ടില്ല, ഇത് പല കാര്യങ്ങളും ഒരു ആകാംക്ഷ ഉണ്ടാവും നമ്മളിലേക്ക്, അത് വന്നു ചേരുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആകാംക്ഷപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ മാരേജ് ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കുന്ന എനർജി ഇവിടെയുണ്ട്. അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഈ ഒരു സമയം നല്ലതാണ് എന്നാണ് കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ഫ്ലൈ ആണ് വന്നിരിക്കുന്നത്, എ പീരിയഡ് ഓഫ് ഇൽ ഹെൽത്ത്, ഡിപ്രഷൻ. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ അനാരോഗ്യമോ ഡിപ്രഷനോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.